ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അക്യുവേദ ലേണിംഗ് ഹബ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ടാക്സ് എന്താണെന്ന് നോക്കാം. മീനിങ് ഓഫ് ടാക്സ്. A tax is a compulsory financial charge or some other type of levy imposed on a taxpayer by a governmental organization in order to fund government spending and various public expenditures. അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കമ്പൽസറി ആയിട്ട് പേ ചെയ്യണം. ആ എമൗണ്ടിനെയാണ് ടാക്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകമാണ് ഈ ടാക്സ്. അപ്പോൾ ഗവൺമെൻറ് അവരുടെ വേരിയസ് പബ്ലിക് എക്സ്പെൻഡിച്ചേഴ്സിനൊക്കെ സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ഈ പേ ചെയ്യുന്ന ടാക്സ് ആണ്. നമ്മുടെ ഈ ടാക്സിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ്റിന് പേ ചെയ്യുന്ന ടാക്സ് ആണ്. അതിന് എക്സാമ്പിളാണ് ഇൻകം ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, ഇൻഹെറിറ്റൻസ് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ് ആൻഡ് വെൽത്ത് ടാക്സ്. ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നോക്കാം. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്നില്ല, പക്ഷെ നമുക്കും ഗവൺമെൻറ്റിനും ഇടയിൽ ഒരു ഇൻ്റർമീഡിയറി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഷോപ്പിൽ പോയിട്ടൊരു സാധനം വാങ്ങുന്നു. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ഗുഡ്സിന് ടാക്സിൻ്റെ എമൗണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ ആ ഗുഡ്സിന് പേ ചെയ്യുന്നത്. ഇങ്ങനെ ആ പേ ചെയ്യുന്ന എമൗണ്ട് ആ ഒരു ഷോപ്പിലുള്ള ആ കടക്കാരനാണ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ടാക്സിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിളാണ് സെൻട്രൽ എക്സൈസ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, ഒക്ട്രോയ് ഡ്യൂട്ടി, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്. ഇത്തരത്തിലുള്ള വിവിധ തരം ഇൻഡയറക്റ്റ് ടാക്സുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒറ്റ ടാക്സ് സിസ്റ്റം എന്ന ആശയമാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST is an indirect tax which has replaced many indirect taxes in India. It is an indirect tax levied on the supply of goods and services. It is a term signifying one tax, one nation policy. An end user or consumers of goods and services pays the GST. GST implemented in India on July 1st, 2017. അതായത് ഡയറക്റ്റ് ടാക്സിന് ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല, എന്നാൽ എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്ന ഗുഡ്സിനും സർവീസിനും പേ ചെയ്യേണ്ടി വരുന്ന ടാക്സാണ് GST. എന്താണ്? വിവിധ തരം ഇൻഡയറക്റ്റ് ടാക്സുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒറ്റ ടാക്സ് സിസ്റ്റം എന്ന ആശയമാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഇതാണ് എന്ത് GST. നമ്മുടെ ഇന്ത്യയിൽ 2017 ജൂലൈ 1 GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഒരു രാജ്യത്ത് ഒരു ടാക്സ് സിസ്റ്റം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. GSTയെ നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. SGST, അതായത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സെക്കൻഡ് വൺ CGST, അതായത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ആൻഡ് തേർഡ് വൺ IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി നമുക്ക് SGST എന്താണെന്ന് നോക്കാം. ടാക്സ് കളക്റ്റഡ് ആസ് SGST will be the income of the state government. When GST is introduced, state taxes like VAT, entertainment tax, luxury tax, entry tax, etc. will comes under SGST. SGST എന്നാൽ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പോകുന്ന ടാക്സ്, അതായത് നമ്മൾ പേ ചെയ്യുന്ന ആ എമൗണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പോകുന്ന ആ ഒരു ടാക്സിനെയാണ് SGST എന്ന് പറയുന്നത്, അഥവാ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതിന് എക്സാമ്പിളാണ് വാറ്റ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ് എന്നിവ. ഇനി നമുക്ക് CGST എന്താണെന്ന് നോക്കാം. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. Tax collected under CGST will be the revenue for the central government. At the present, the taxes collected by the central government are central excise duty, additional excise duty, special excise duty, central sales tax, etc. Now all these come under GST.
അതായത് CGST എന്ന പേരിൽ കളക്ട് ചെയ്യുന്ന ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. നേരത്തെ നമ്മൾ SGST പറഞ്ഞത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. ഇതിന് എക്സാമ്പിളാണ് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി എന്നിവ. ഇനി നമുക്ക് IGST എന്താണെന്ന് നോക്കാം. ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. Tax collected through IGST is shared by the central and state governments. The government fixes the rate of share. IGST is applicable on transfer of goods from one state to another. IGST also covers import of goods and services. അതായത് IGST എന്ന കാറ്റഗറിയിൽ കളക്ട് ചെയ്യുന്ന ടാക്സ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഷെയർ ചെയ്തിട്ടാണ് എടുക്കുക. അതിന് സെൻട്രൽ ഗവൺമെൻറ് ആണ് ഒരു ഷെയറിംഗ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് IGST ആപ്ലിക്കബിൾ ആവുക. അതേപോലെ തന്നെ സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും IGST ആപ്ലിക്കബിളായി വരുന്നുണ്ട്. സോ GSTയിൽ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസും ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈസും വരുന്നുണ്ട്. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ തന്നെ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഇവിടെ സെൻട്രൽ GSTയും പിന്നെ സ്റ്റേറ്റ് GSTയും വരുന്നുണ്ട്. എന്നാൽ ഇൻ്റർ സ്റ്റേറ്റിലാണെങ്കിൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ അല്ലേ, അപ്പോൾ ആ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് IGST സംഭവിക്കുന്നത്. ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന ഇൻ്റഗ്രേറ്റഡ് GST സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരു നിശ്ചിത പോർഷൻ പരസ്പരം വീതിച്ചെടുക്കുന്നു. അതാണ് IGST. ഇനി നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് GST. When the business earn more than 20 lakhs need to register for GST. അതായത് 20 ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ള കമ്പനികളാണ് GST ടാക്സേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത്. Second one, by merging large number of central and state taxes into a single tax, GST is expected to significantly ease the double taxation and make the taxation overall easy for the industries. അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പലതരത്തിൽ ഈടാക്കുന്ന ടാക്സുകളെയെല്ലാം മെർജ് ചെയ്ത് ഒരു സിംഗിൾ ടാക്സ് ഫോമിലേക്ക് GST രൂപപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഡബിൾ ടാക്സേഷൻ എന്ന പ്രോസസ്സ് ഒഴിവാക്കാൻ GST വഴി സാധിച്ചു. ഈ ഡബിൾ ടാക്സേഷൻ എന്ന് പറയുമ്പം പണ്ടൊക്കെ നമ്മൾ സാധനം വാങ്ങുമ്പം ഈ മാനുഫാക്ചറിൻ്റെ അടുത്ത് നിന്ന് ഹോൾസെയിലർ വാങ്ങിക്കഴിഞ്ഞ് ഹോൾസെയിലർ റീറ്റെയിലറിന് വിൽക്കുമ്പോൾ ഹോൾസെയിലറിൻ്റെ ഒരു ലാഭം അതിൽ ആഡ് ചെയ്യും. പിന്നെ ഹോൾസെയിലറിൻ്റെ അടുത്ത് നിന്ന് റീറ്റെയിലർ വാങ്ങുമ്പം റീറ്റെയിലർ അയാളുടെ ഒരു പ്രോഫിറ്റ് അതിൽ ആഡ് ചെയ്യും. അപ്പം നമ്മുടെ കൺസ്യൂമേഴ്സിന് കിട്ടുന്നത് ഈ പ്രോഫിറ്റ് എല്ലാം ആഡ് ചെയ്ത് അതിൻ്റെ റിയൽ ആ ഒരു വിലയിനേക്കാളും കുറച്ച് നല്ലോണം കൂടിയൊരു വിലയാണ് കിട്ടുക. ആ ഒരു കൂടിയ വിലയ്ക്കായിരിക്കും വാങ്ങേണ്ടി വരുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കാനാണ് നമ്മുടെ GST ഹെൽപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓവറോൾ സിസ്റ്റം വളരെ എളുപ്പമുള്ളതാക്കിയൊരു ഈ GST വന്നതുകൊണ്ട്. ഇനി തേർഡ് വൺ, ദ കൺസിഡറബിൾ അഡ്വാൻറ്റേജ് ഓഫ് GST ഈസ് ദാറ്റ് കമ്പനി നീഡ് ടു പേ ലെസ് ടാക്സ് ദാൻ ദേ പേ അണ്ടർ VAT. അതായത് GST വരുന്നതിന് മുമ്പ് VAT ആയിരുന്നല്ലോ നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ പേ ചെയ്തിരുന്ന എമൗണ്ടിനേക്കാൾ കുറഞ്ഞ എമൗണ്ടാണ് ഇപ്പോൾ GST പേ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലെസ് എമൗണ്ടാണ് കമ്പനീസിന് ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. GST എന്താണ്, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. സബ്സ്ക്രൈബ് AccuVeda.